Hi students, good morning. Welcome to a dream classroom. Today we are discussing fourth ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഷോർട്ട് സ്റ്റോറി നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ പോയംസ് ആണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് യൂണിറ്റിൽ ഷോർട്ട് സ്റ്റോറിയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഷോർട്ട് സ്റ്റോറി എന്താണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ സ്റ്റൈൽ എന്താണ് ഷോർട്ട് സ്റ്റോറി, എത്ര ലെങ്ത് ഉണ്ട്, ഷോർട്ട് സ്റ്റോറി നോവലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷോർട്ട് സ്റ്റോറീനെ പറ്റിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എഡ്ഗർ അലൻ പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ നമ്മൾ പറയുന്ന കാര്യം കേട്ടോ. ഷോർട്ട് സ്റ്റോറി ഈസ് സുപ്പീരിയർ ടു നോവൽ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത് നോവലിനേക്കാൾ സുപ്പീരിയർ ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഷോർട്ട് സ്റ്റോറി? വാട്ട് ഈസ് എ ഷോർട്ട് സ്റ്റോറി? എ ഷോർട്ട് സ്റ്റോറി ഈസ് എ പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് മോഡറേറ്റ് ലെങ്ത്. എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് എ പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ, അതായത് റിയൽ ആയിട്ട് നടക്കുന്നില്ല, ഫിക്ഷൻ അങ്ങനത്തെ രീതിയിലുള്ളതാണ് എന്ത് ഷോർട്ട് സ്റ്റോറി. അതെന്താണ് കംപ്ലീറ്റ് ആയിരിക്കും, അതേപോലെ ഒരു മോഡറേറ്റ് ലെങ്ത്തേ ഉണ്ടാവുള്ളൂ, അല്ലെ നല്ല ലെങ്തി ആയിരിക്കില്ല, ഒരു ചെറിയ ഒരു ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. എന്താണ് പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ. ഷോർട്ട് സ്റ്റോറി ഈസ് എ പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് മോഡറേറ്റ് ലെങ്ത്. അതൊരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയിരിക്കും, അതേപോലെ ഒരു മോഡറേറ്റ് ലെങ്ത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ ആണ് എന്ത് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ടെയിൽ, ഫാബിൾ, പാരബിൾ ആൻഡ് അനക്ഡോട്ട്. എന്താണ് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇതൊക്കെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, ഷോർട്ടായിട്ടുള്ള റൈറ്റിങ്സ് ആണ് ടെയില്, ഫാബിള്, പാരബിൾസ്, അനക്ഡോട്ടൊക്കെ. പക്ഷെ എന്താണ് ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് എന്ത് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത്, അല്ലേ? ടെയിൽ എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഓറൽ ഫോം. എന്താണ് ടെയിൽ എന്ന് പറഞ്ഞത്? നമ്മൾ പണ്ടത്തെ കാലത്ത് ഓറൽ ഫോമിൽ സംസാരിക്കുന്നില്ലേ, അത് ഓരോ കാര്യങ്ങൾ, കഥകൾ, ഇങ്ങനെ പുരാണ കഥകളൊക്കെ നമ്മൾ ഓറൽ ഫോമിൽ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത്, അതിനെയാണ് ടെയിൽ എന്ന് പറയാം, അല്ലേ? ഫാബിൾ എന്താണ്? ഫാബിൾ എന്ന് പറയുന്നത് ഷോർട്ട് ടെയിൽ കൺവേസ് എ മോറൽസ്, അനിമൽ ടോക്കിംഗ് ലൈക്ക് ഹ്യൂമൻ, അല്ലേ? എന്താണ് ഫാബിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഷോർട്ട് ടെയിൽ വിച്ച് യൂഷ്വലി കൺവേസ് എ മോറൽ. ഒരു മോറൽ കൺവേ ചെയ്യുന്ന ഒരു നല്ലൊരു മോറലുള്ള ഒരു ഷോർട്ട് ടെയിലാണ് എന്ത് ഫാബിൾ എന്ന് പറയുന്നത്. അതെന്താണ്? ദ ക്യാരക്ടേഴ്സ് ഇൻ എ ഫാബിൾ ആർ യൂഷ്വലി ആനിമൽ ടോക്കിംഗ് ലൈക്ക് ഹ്യൂമൻ ബീങ്. നമ്മൾ ഈ ഓരോ കാർട്ടൂണുകളിൽ അതേപോലെ പണ്ടത്തെ കഥ അതായത് പഞ്ചതന്ത്ര അങ്ങനത്തെ കഥകളിലൊക്കെ അല്ലേ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ, അതായത് മനുഷ്യന്മാരെ പോലെ മൃഗങ്ങൾ സംസാരിക്കുക, അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഷോർട്ട് ടെയിലാണ് ഫാബിൾ എന്ന് പറഞ്ഞത് കേട്ടോ. പാരബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറി വിച്ച് പ്രസൻറ്റ് എ മോറൽ. എന്താണ്? അതൊരു മോറൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി, അതായത് നല്ലൊരു ധാർമ്മികപരമായിട്ടുള്ള ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് എന്ത് പാരബിൾ എന്ന് പറഞ്ഞാൽ. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പനിങ്സ് ഓർ എ സീരീസ് ഓഫ് ഹാപ്പനിങ് ഓർ ഈവൻറ്റ്സ്. എന്താണ്? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, അതേപോലെ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഹാപ്പനിങ്സ് ഓർ ഈവൻറ്റ്സ്, ഒരു ഇവൻറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്ന സംഭവത്തിൻ്റെ ഒരു സീരീസ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി നടക്കുന്ന കാര്യങ്ങളിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് ടെയില്, ഫാബിള്, പാരബിൾ, അനക്ഡോട്ട്. ഇതിൽ നിന്നൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആണ് ഷോർട്ട് സ്റ്റോറി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ ഓറൽ ടൈപ്പ് ആയിരിക്കില്ല, ഷോർട്ട് ടെയിൽ ആയിരിക്കില്ല, പിന്നെ ഒരു മോറൽ കൺവേ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കില്ല, പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഹാപ്പനിങ്സിൻ്റെ സീരീസ് ആയിരിക്കില്ല, അല്ലേ? ഇതൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? എ പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ് ആൻഡ് മോഡറേറ്റ് ലെങ്ത്. ഹൗ ഷോർട്ട് ഈസ് എ ഷോർട്ട് സ്റ്റോറി? എത്രത്തോളം ഷോർട്ടാണ് ഷോർട്ട് സ്റ്റോറി? അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രത്തോളം ആണെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അതെന്ന് പറഞ്ഞത് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ആവറേജ് ലെങ്ത്തേ അതിനുണ്ടാവുള്ളൂ, അല്ലേ? ഷോർട്ട് സ്റ്റോറിക്ക് നേരത്തെ പറഞ്ഞ പോലെ എഡ്ഗർ അലൻ പോ വീണ്ടും പറയുകയാണ് ഷോർട്ട് സ്റ്റോറിയുടെ ലെങ്ത്തിനെ പറ്റി പറയുന്നതാണ് എഡ്ഗർ അലൻ പോ.
ഹാഫ് ആൻ അവർ ടു 1 or 2 hours in its pursuit. എന്താണ് അത് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ദ ആവറേജ് ലെങ്ത് ഓഫ് എ ഷോർട്ട് സ്റ്റോറി. ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. എഡ്ഗർ അലൻ പോയ് പറയുകയാണ്, ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഫ്രം ഹാഫ് ആൻ അവർ ടു 1 hour, ഒരു ഹാഫ് ആൻ അവർ മുതൽ ഒരു 1 or 2 hours നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നതാണ് എന്ത്? ഷോർട്ട് സ്റ്റോറി എന്നാണ് എഡ്ഗർ അലൻ പോയ്, ഒരു അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള എഡ്ഗർ അലൻ പോയ് പറയുന്നതാണ് എന്ത്? നമുക്ക് അരമണിക്കൂർ മുതൽ 1 to 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വായിച്ച് തീർക്കാൻ കഴിയുന്നതാണ് എന്ത്? ഷോർട്ട് സ്റ്റോറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഇല്ല, ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ വായിച്ച് തീർക്കാം, ഒന്നില്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തീർക്കാം, അല്ലെങ്കിൽ 1, 2 ഇതിൻ്റെ ഉള്ളിൽ 1 to 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് റീഡ് ചെയ്യാൻ വായിച്ച് തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ ഒരു ലെങ്ത്തിലുള്ള കഥകളാണ് എന്ത്? ഷോർട്ട് സ്റ്റോറി എന്നാണ് എഡ്ഗർ അലൻ പോ പറയുന്നത് കേട്ടോ. ഷോർട്ട് സ്റ്റോറി the events are not in general important in themselves but highlight a character or a situation. എന്താണ് അതിൻ്റെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്? the events are not in general important. എന്താണ് ഈവൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇൻ ദംസെൽസ് എന്താണ് ബട്ട് ഹൈലൈറ്റ് എ ക്യാരക്ടർ ഓർ എ സിറ്റുവേഷൻ. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത് കേട്ടോ. നോവല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. നോവല്ല എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് സ്റ്റോറിയുടെയും നോവലിൻ്റെയും ഇടയിലുള്ള ലെങ്ത്തിൽ വരുന്നതാണ് നോവല്ല. നോവല്ല എന്ന് പറയുന്നത്, നോവൽ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയാണ്, അത്രയും ലെങ്ത് അല്ല. അതേപോലെ ഷോർട്ട് സ്റ്റോറിയുടെ അത്ര കുറവുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ലെങ്ത്തിലുള്ള റൈറ്റിങ്സിനെയാണ് എന്ത്? നോവല്ല എന്ന് പറയുക കേട്ടോ. വാട്ട് ഈസ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട്? ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത് എന്താണ് ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ഷോർട്ട് സ്റ്റോറി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അൺലിമിറ്റഡ് റേഞ്ച് ഓഫ് പോസിബിൾ തീംസ്. എന്താണ് അൺലിമിറ്റഡ് റേഞ്ച് ഓഫ് പോസിബിൾ തീംസ്? ആ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള ആ റേഞ്ചിൽ എന്താണ് പോസിബിൾ ആയിട്ട് കൊള്ളിക്കാൻ പറ്റുന്ന അത്ര തരം തീംസുകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. എബൌട്ട് പെർട്ടിക്കുലർ സീൻ, ഒരു പെർട്ടിക്കുലർ സീനിനെ പറ്റിയായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാവുക. പിന്നെ എന്താണ് എ സീരീസ് ഓഫ് കണക്റ്റഡ് ഇൻസിഡൻസ്, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ഇൻസിഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു മോറൽ ഇഷ്യൂ ഉണ്ടായിരിക്കും. പിന്നെ ആൻ ആസ്പെക്റ്റ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ഫേസ് ഓഫ് ക്യാരക്ടർ ആൻഡ് ആൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ഫേസുകളോ ഒക്കെ ആയിരിക്കും എന്ത് ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാവുക അല്ലേ. മോഡേൺ ഷോർട്ട് സ്റ്റോറി മേ നോട്ട് ഹാവ് എ സ്റ്റോറി. ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഈ മോഡേൺ കാലഘട്ടത്തിൽ മോഡേൺ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞത് എന്താണ്? അതിൽ പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റോറി, കഥ പ്ലോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇലുമിനേറ്റ് സം ആസ്പെക്ട് ഓഫ് ലൈഫ് ഓർ ക്യാരക്ടർ, ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ചില ആസ്പെക്റ്റുകൾ ഇലുമിനേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. കൺവേ ദ ഇംപ്രഷൻ ഓഫ് കംപ്ലീറ്റ്നെസ്. എന്താണ് പക്ഷേ എന്തൊക്കെ ആയാലും എന്താണ് ആ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞതിന് എന്താണ് ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല, ഒരു പൂർണ്ണത ഉണ്ടാവും അല്ലേ. കൺവേ ദ ഇംപ്രഷൻ ഓഫ് കംപ്ലീറ്റ്നെസ്. സം സ്റ്റോറീസ് ഹാവ് നോ ക്ലിയർ കട്ട് എൻഡിങ് ഓർ റെസൊല്യൂഷൻ ഓഫ് ദ ക്രൈസിസ്. എന്താണ് ചില ഷോർട്ട് സ്റ്റോറികളിൽ എന്താണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് നോ ക്ലിയർ കട്ട് എൻഡിങ് ഓർ എ റെസൊല്യൂഷൻ ഓഫ് എ ക്രൈസിസ്, ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ടാവില്ല അല്ലേ. അല്ലെങ്കിൽ എന്താണ് ഒരു ക്രൈസിസ്, എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവും ആ ഒരു സ്റ്റോറിയിൽ. ആ ക്രൈസിസിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരു ക്ലിയർ കട്ട് എൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു ക്രൈസിസിനുള്ള ഒരു റെസൊല്യൂഷനോ ഉണ്ടാവില്ല ചില സ്റ്റോറികളിൽ കേട്ടോ. പിന്നെന്താണ് ഇഫക്റ്റ് എന്ന് പറഞ്ഞത്? എന്താണ് ദ ഇഫക്റ്റ് ഈസ് വൺ ഓഫ് ഓർഗാനിക് യൂണിറ്റി. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഓർഗാനിക് യൂണിറ്റിയാണ്. ഓർഗാനിക് യൂണിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു സ്റ്റോറിക്ക്, നോവലിനും എന്താണ് ഒരു ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ടായിരിക്കുക. അതിൻ്റെ യൂണിറ്റിനെയാണ് ഓർഗാനിക് യൂണിറ്റി എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റി ഓഫ് ബിഗിനിങ്, മിഡിൽ ആൻഡ് ഒരു തുടക്കവും ഒരു നടുവിലുള്ള ഭാഗവും പിന്നെന്താണ് ഒരു അവസാനം ഉണ്ടാവും അല്ലേ. നോവലിനായാലും ഉണ്ടാകും, ഷോർട്ട് സ്റ്റോറിക്കായാലും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റി, ആ ഒരു ബിഗിനിങ്ങിൻ്റെയും മിഡിലിൻ്റെയും എൻഡിൻ്റെയും ഒരു യൂണിറ്റിയെയാണ് എന്ത് ഓർഗാനിക് യൂണിറ്റി എന്ന് പറയുക കേട്ടോ. അതാണ് എന്ത് ഷോർട്ട് സ്റ്റോറിയുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ മാറ്റേഴ്സ് ഇൻ എ ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറിയിലെ മാറ്റേഴ്സ് കാര്യങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എക്സ്പ്ലോർ ദ തീംസ് ഓഫ് എവറി ഡേ സ്ട്രഗിൾസ്, ഫാമിലി ടെൻഷൻസ് ആൻഡ് ക്വയറ്റ് റെസിലൻസ് ആൻഡ് റൂറൽ ലൈഫിൻ്റെ റെസിലൻസ് അല്ലെങ്കിൽ ഫാമിലി ടെൻഷൻസ്, പിന്നെ നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന എവറി ഡേ ലൈഫിലെ സ്ട്രഗിൾസ് ഒക്കെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്ന തീമുകൾ ഷോർട്ട് സ്റ്റോറീസിൽ അല്ലേ. ഫോക്കസ് ഓൺ സ്മോൾ റിലേറ്റബിൾ കോൺഫ്ലിക്റ്റ് ലൈക്ക് ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് പേഴ്സണൽ റിഗ്രറ്റ്. എന്തൊക്കെയാണ്? ഫോക്കസ് ഓൺ സ്മോൾ, അതായത് ചെറിയ ഇഷ്യൂസ് ആയിരിക്കും അത് ഷോർട്ട് സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് ആയിരിക്കും. എന്തൊക്കെയായിരുന്നു ആ ചെറിയ ഇഷ്യൂസ് എന്ന് പറയുന്നത്? റിലേറ്റബിൾ കോൺഫ്ലിക്റ്റ് ലൈക്ക് എന്തൊക്കെയാണ്? ഇക്കണോമിക് ഹാർഡ്ഷിപ്പ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ, അത് നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ എന്താണ്? പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു റിഗ്രറ്റുകൾ, ഇതിനൊക്കെ പറ്റിയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് സ്റ്റോറി അല്ലേ. ഷോയിങ് ഹൗ പീപ്പിൾ കോപ്പ് വിത്ത് ലൈഫ് മാറ്റർ, എന്താണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൈഫിലെ മാറ്റേഴ്സുമായിട്ട് മനുഷ്യന്മാർ കോപ്പപ്പ് ചെയ്യുന്നതിനെ ഷോ ചെയ്യുന്നത്, എങ്ങനെയാണ് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യുക എന്നുള്ളത് ഷോ ചെയ്യുന്നതിൻ്റെ അതൊക്കെയാണ് ഷോർട്ട് സ്റ്റോറിയിലെ മാറ്റേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഷോർട്ട് സ്റ്റോറി ആൻഡ് ദ നോവലും അതിലുള്ള കാര്യങ്ങൾ, പിന്നെ റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഷോർട്ട് സ്റ്റോറി, ഹിൻസ്, റീഡിങ് ഷോർട്ട് സ്റ്റോറി റീഡ് ചെയ്യുന്നതിൻ്റെ ഹിൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ റൈറ്റേഴ്സിൻ്റെയും ഷോർട്ട് സ്റ്റോറികൾ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഷോർട്ട് സ്റ്റോറി ആൻഡ് ദ നോവൽ. ഷോർട്ട് സ്റ്റോറിയും നോവലും തമ്മിലുള്ള ഡിഫറൻസുകളാണ് കേട്ടോ. ഷോർട്ട് സ്റ്റോറി റിട്ടൺ ഇൻ പ്രോസ് ആൻഡ് ഓർ ഫിക്ഷണൽ, നോവലും അതേപോലെ തന്നെ റിട്ടൺ ഇൻ പ്രോസ് ആൻഡ് ആർ ഇൻ ഫിക്ഷണൽ, രണ്ടും ആ കാര്യത്തിൽ സെയിം ആണ് കേട്ടോ. ഷോർട്ട് സ്റ്റോറി നോവലും രണ്ടും പ്രോസിലാണ് എഴുതുക, അതും ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാവില്ല. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ബ്രീഫ് ആൻഡ് ലിമിറ്റഡ് സബ്ജക്റ്റാണ്. ഷോർട്ട് സ്റ്റോറിയിൽ ബ്രീഫാണ്, വളരെ ചുരുങ്ങിയതുമാവും, അതേപോലെ ലിമിറ്റഡ് സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ. നോവലിൽ വൈഡ് റേഞ്ച് ആൻഡ് ലോങ്, അതിലെ കാര്യങ്ങൾ ഇത് ഷോർട്ട് സ്റ്റോറിയിൽ ബ്രീഫാണെങ്കിൽ നോവലിൽ വൈഡ് റേഞ്ച് ആണ്, നല്ല ലെങ്ത് ഉള്ളതായിരിക്കും. പിന്നെ അത് ലിമിറ്റഡ് സബ്ജക്റ്റൊക്കെ നല്ല വൈഡ് റേഞ്ച് ആവും. പിന്നെ അതേപോലെ ലോങ് ആയിരിക്കും അല്ലേ, കുറച്ചും കൂടിയൊക്കെ ലെങ്തി ആയിരിക്കും നോവൽ എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റോറി നാരോ ഫോക്കസ് ആൻഡ് ഗ്രേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഷോർട്ട് സ്റ്റോറിയിൽ ഒരു ഇടുങ്ങിയ ഫോക്കസുകൾ, അതായത് ചെറിയ തരത്തിലുള്ള ഫോക്കസുകളായിരിക്കും. പിന്നെ ഗ്രേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു പെർട്ടിക്കുലർ ഇതിൽ മാത്രം നല്ലൊരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ടായിരിക്കും ഷോർട്ട് സ്റ്റോറി എഴുതുക. നോവലിൽ ഇൻട്രസ്റ്റ് ഈസ് സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ. ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ, അതായത് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ആ ഒരു നോവലിൽ മൊത്തം കാണാൻ കഴിയും അല്ലേ. ഷോർട്ട് സ്റ്റോറിയിൽ എങ്ങനെയാണ്? ഫ്യൂ ക്യാരക്ടേഴ്സാണ്, അതായത് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോവലിലാവുമ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ക്രിയേറ്റ് ആൻഡ് റിവീൽ ദ ക്യാരക്ടർ ഇൻ ഫ്യൂ സജസ്റ്റീവ് സ്ട്രോക്സ്. ഷോർട്ട് സ്റ്റോറിയിൽ റൈറ്റർ എങ്ങനെയാണ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞത് ദ ക്യാരക്ടേഴ്സ് ഇൻ എ ഫ്യൂ സജസ്റ്റീവ് സ്ട്രോക്ക്, കുറച്ച് സജസ്റ്റീവ് സ്ട്രോക്കുകളിലൂടെ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും റിവീൽ ചെയ്യുകയും ചെയ്യാണ് ഷോർട്ട് സ്റ്റോറിയിൽ. നേരെ മറിച്ച് നമ്മൾ നോവലിലേക്ക് എത്തുമ്പോൾ ഹാവ് ടൈം ആൻഡ് സ്പേസ് ടു മേക്ക് ക്യാരക്ടേഴ്സ് ആൻഡ് ഡെവലപ്പ് ഗ്രാജുവലി. അപ്പോൾ അവരെ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അവർക്ക് അത്യാവശ്യം ടൈമും സ്പേസും കിട്ടും. പിന്നെ അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്, ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി ആയിരിക്കും അല്ലേ. പിന്നെ ഷോർട്ട് സ്റ്റോറി എങ്ങനെ? വൺ പ്ലോട്ട് ആൻഡ് വൺ മെയിൻ എയിമാണ്. അതായത് ഷോർട്ട് സ്റ്റോറിയിൽ ഒരു പ്ലോട്ടും ഒരു മെയിൻ എയിമും മാത്രമാവും ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒറ്റ പ്ലോട്ടിലായിരിക്കും ഉണ്ടാവുക. നോവലിലാവുമ്പോൾ ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടാവും, പിന്നെ സബ് പ്ലോട്ട്സുകൾ ഉണ്ടാവും, കുറച്ച് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സബ് പ്ലോട്ട്സും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ
ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ടൈം സ്പാൻ ആണ് കേട്ടോ. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് അതിൻ്റെ ടൈം സ്പാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. നോവലിൽ എക്സ്റ്റെൻഡ് ഓവർ ഇയേഴ്സ്, അതായത് വർഷങ്ങളോളം അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പറയുന്നത്. ഷോർട്ട് സ്റ്റോറി എന്താണ്? സജഷൻ റാദർ ദാൻ എക്സ്പ്ലനേഷൻ. ഷോർട്ട് സ്റ്റോറിയിൽ എക്സ്പ്ലനേഷൻ കുറവായിരിക്കും അല്ലേ, സജഷൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നോവലിലാണെങ്കിലോ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനോ ഉണ്ടായിരിക്കും. ഇതാണ് ഷോർട്ട് സ്റ്റോറി നോവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറിയുടെ ഉയർച്ചയും അതേപോലെ ഒരു ഡെവലപ്മെൻറ്റുകൾ. കുറച്ച് റൈറ്റിങ്സ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദ ടു ബ്രദേഴ്സ് ഡേറ്റിംഗ്, ഒരു ഈജിപ്ഷ്യൻ ടെയിലാണ് ദ ടു ബ്രദേഴ്സ് ആൻഡ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താ ദ ജാതക, പഞ്ചതന്ത്ര, അറേബ്യൻ നൈറ്റ്സ്, ഇതൊക്കെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്സ് ആണ് ഇത് പറയണത് കേട്ടോ. റൈസ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി എന്താണ്? റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ല, ഇതിൽ റൈസ് എന്താ, ഷോർട്ട് സ്റ്റോറിയുടെ റൈറ്റ്സ് എന്താണ്, അത് റൈസ് എന്താണ്, അത് ഡെവലപ്മെൻറ്റ് എന്താണ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. റൈസ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഏർലി 19th സെഞ്ച്വറിയിലാണ് എന്ത് ഷോർട്ട് സ്റ്റോറി വന്നു തുടങ്ങിയിട്ടുള്ളത് അല്ലേ. ദ ഷോർട്ട് സ്റ്റോറി ലിറ്റററി ഫോം ബിഗാൻ to be written in the early 19th century. However, it was only the second half of the 19th century that the term short story was used. ആ ഒരു കാലഘട്ടത്തിലാണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ടേം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ദ റൈസ് ഓഫ് ഷോർട്ട് സ്റ്റോറി ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ദി, ഇങ്ങനെയാണ് ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ റൈസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ദ റൈസ് ഓഫ് ദ റീഡിംഗ് പബ്ലിക്, more and more people were beginning to read ഫിക്ഷൻ ഇൻ ദ 19th സെഞ്ച്വറി. എന്താണ് ആ ഒരു പബ്ലിക്കിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഫിക്ഷൻ്റെ ഒക്കെ വായന എന്താണ് കൂടിക്കൂടി വരികയാണ് അല്ലേ. വെർ ബിഗിനിങ് ടു റീഡ് ഫിക്ഷൻ ഇൻ ദ 19th സെഞ്ച്വറി. 19th സെഞ്ച്വറിയിലാണ് ഫിക്ഷൻസ് റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ദ ഇൻക്രീസ് ഇൻ ദ നമ്പേഴ്സ് ഓഫ് പീരിയോഡിക്കൽസ് വിച്ച് കുഡ് പബ്ലിഷ് ഫിക്ഷൻ. എന്താണ് ഇത്? ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീരിയോഡിക്കൽസിൻ്റെ നമ്പേഴ്സ് എന്താണ് കൂടി വന്നു അല്ലേ. ആൻഡ് വിച്ച് കുഡ് പബ്ലിഷ് ഫിക്ഷൻ, അത് കാരണം എന്താണ് ഫിക്ഷൻസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അല്ലേ. വൈഡ് സ്പ്രെഡ് ലിറ്ററസി എഡ്യൂക്കേഷൻ വാസ് നൗ മോർ വൈഡ്ലി ആക്സസിബിൾ. ഇപ്പം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ റൈസ് എന്ന് പറഞ്ഞത് എന്താണ്? വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ലിറ്ററസി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പം എഡ്യൂക്കേഷൻ വാസ് നൗ മോർ വൈഡ്ലി ആക്സസിബിൾ. എന്താണ് ഇപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ, ഈ ഒരു എഴുത്തുകൾ റൈറ്റിങ്സ് വന്നതോടുകൂടി എന്താണ് ആ ഒരു വൈഡായിട്ട് അത് നമുക്ക് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആയിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് ഹറി ആൻഡ് പേസ് ഓഫ് മോഡേൺ ലൈഫ്. എന്താണ് മോഡേൺ ലൈഫിൻ്റെ ആ ഒരു വേഗത നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും അല്ലേ. ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A single novel usually came in 3 volumes. These days people do not have time to read such long stories. എന്താ നോവൽസ് അല്ലെങ്കിൽ നോവൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ നോവൽ എന്താണ് ഒരു 3 volumes ഒക്കെ ഉള്ള തരത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ 19th സെഞ്ച്വറി ആ കാലഘട്ടത്തിൽ അവർക്കും ഈ ഒരു ലോങ് ആയിട്ടുള്ള നറേഷൻസും വായിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ദ റൈസ് ആണല്ലോ പറയുന്നത്. നമ്മൾ ഷോർട്ട് സ്റ്റോറി എങ്ങനെ റൈസ് ചെയ്ത് വന്ന നോവൽസുകളൊക്കെ കുറേ നോവലിസ്റ്റുകളൊക്കെ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ നോവൽസ് വായിക്കാൻ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല, കാരണം ലെങ്ത് കൂടുതലായത് കാരണം. അതുകൊണ്ട് എന്താണ് ഷോർട്ട് സ്റ്റോറീസ് ഓൺ ദ അതർ ഹാൻഡ്, ഷോർട്ട് സ്റ്റോറി എന്താണ് നോവലിനെ സംബന്ധിച്ച് വേറൊരു തരത്തിലാണ് അല്ലേ. ക്യാൻ ബി റീഡ് വൈൽ ട്രാവലിംഗ്, നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വായിക്കാം ഷോർട്ട് സ്റ്റോറി അല്ലേ, ചെറിയ ബുക്കുകളായിരിക്കുമല്ലോ. ആൻഡ് റിലാക്സിങ് ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ടൈം. അപ്പോൾ ആ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കാൻ നമുക്ക് ജസ്റ്റ് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ അങ്ങനെ വെറുതെ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു എന്താണ് ബുക്കാണ് അല്ലേ ഷോർട്ട് സ്റ്റോറീസ്. നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു ടൈം നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ. പക്ഷേ നോവൽ വായിക്കാൻ അതിൻ്റെ ആവശ്യം ആ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ അതിൻ്റെ ഒരു ടൈം പ്രത്യേകിച്ച് നമുക്ക് അതിന് വേണ്ടി ഒരു ടൈം കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ഷോർട്ട് സ്റ്റോറിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല അല്ലേ. ദ നെക്സ്റ്റ് എന്താണ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഷോർട്ട് സ്റ്റോറി. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് റൈസ് ഓഫ് ഷോർട്ട് സ്റ്റോറി, അതായത് 19th സെഞ്ച്വറിയിലാണ്. പിന്നെ നമുക്ക് ഏറ്റവും നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു
ഉയർച്ച കൂടി തുടങ്ങിയത് അല്ലേ. പിന്നെ എന്താണ് ദ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് ഷോർട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. The short story developed in the hands of writers, many of whom were also novelists. എന്താണ് റൈറ്റേഴ്സിൻ്റെ കയ്യിലാണ് എന്ത് ഷോർട്ട് സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ആ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ് കുറേ പേര് എന്താണ് നോവലിസ്റ്റുകളാണല്ലേ. The technique of novelist and the short story writers are to some extent similar as well as different. ചിലതൊക്കെ എന്താണ് സിമിലറും ആണ്, ചിലത് എന്താണ് അതേപോലെ തന്നെ അത് ഡിഫറൻറ്റും ആണെന്നാണ് പറയുന്നത് നോവലും ഷോർട്ട് സ്റ്റോറിയും തമ്മിൽ കേട്ടോ. കുറച്ച് വെൽ നോൺ ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിനെ നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. നഥാനിയൽ ഹൗത്രോൺ 1804 ജനിച്ചു, 1864 മരിച്ചു. ഹി വാസ് ആൻ അമേരിക്കൻ നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. നഥാനിയൽ ഹൗത്രോൺ ആണ്, അമേരിക്കൻ നോവലിസ്റ്റ് ആണ്, അതേപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എഡ്ഗർ അലൻ പോ ആണ്. 1809 ജനിച്ചു, 1849 മരിച്ചു. ഹി വാസ് ആൻ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് എഡ്ഗർ അലൻ പോ. their stories are full of horror and supernatural. എന്താണ് ഈ നഥാനിയൽ ഹൗത്രോണിൻ്റെയും അതേപോലെ എഡ്ഗർ അലൻ പോയുടെയും സ്റ്റോറീസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഹൊറർ, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെൻസുകളുള്ള തരത്തിലുള്ള ഷോർട്ട്സ് റൈറ്റിങ്സ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഇവരുടെ രണ്ടുപേരുടെ. എഡ്ഗർ അലൻ പോയുടെ ഒരു നല്ലൊരു വേർത്ത് റീഡിങ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ മാസ്ക് ഓഫ് ദ റെഡ് ഡെത്ത് അല്ലേ, ദ മാസ്ക് ഓഫ് റെഡ് ഡെത്ത്, സോറി കേട്ടോ, ദ മാസ്ക് ഓഫ് റെഡ് ഡെത്ത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ എന്താണ് മസ്റ്റായിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു നോവൽ ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എഡ്ഗർ അലൻ പോയുടെ ദ മാസ്ക് ഓഫ് ദ റെഡ് ഡെത്ത്. പിന്നെ ആരാണ് നെക്സ്റ്റ് റൈറ്റർ? ഗൗദേ Maupassant, 1850 to 93. He was a French writer. He portrays private joys and sorrows. He wrote about private joys and sorrows of individuals rather than about momentous event. Momentous eventനേക്കാളും ഇൻഡിവിജ്വൽസിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് നമ്മളെ പ്രൈവറ്റ് ജോയ്സും അതേപോലെ നമ്മളെ സന്തോഷങ്ങളും സങ്കടങ്ങളെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. മോപ്പസൻ്റ് ദ നെക്ലേസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്. എ പ്രെറ്റി ആൻഡ് വെയിൻ യങ് വൈഫ് ഓഫ് എ ക്ലർക്ക് ആസ്പയർ ടു ദ, അതിൻ്റെ ചെറിയൊരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് ആയിട്ടുള്ള ദ നെക്ലേസിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ. നെക്സ്റ്റ് വരുന്നത് ആരാണ്? ആൻഡൺ ചെക്കോവ്, 1860 to 1904. ഹി വാസ് എ റഷ്യൻ റൈറ്റർ കേട്ടോ. ആൻഡൺ ചെക്കോവ് ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ, റഷ്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ആൻഡൺ ചെക്കോവ്. ഹിസ് ട്രാജിക് എലമെൻറ്റ്സ് ഓഫ് ട്രിവിയൽ തിങ്സ്, അദ്ദേഹം എന്താണ് അധികം എഴുതിയിരുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള നടക്കുന്ന ആ ഒരു ട്രിവിയൽ തിങ്സിൻ്റെ എന്താണ് ട്രാജിക്കലായിട്ടുള്ള എലമെൻറ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ്, അതായത് ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സാണ്. R.L. Stevenson, 1850 to 1894. ഫീച്ചേഴ്സ് ഈവിൾ ആക്ഷൻസ് ആൻഡ് മോറൽ കറപ്ഷൻസ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറികളിൽ ഉണ്ടായിരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഫീച്ചർ ഈവിൾ ആക്ഷൻസ് ആൻഡ് മോറൽ കറപ്ഷൻസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആര്? തോമസ് ഹാർഡി, 1840 to 1928. സെൻസ് ഓഫ് ട്രാജഡി, അതായത് ട്രാജഡിയുടെ ഒരു സെൻസുകളായിരുന്നു അദ്ദേഹം എഴുതിയത്. പിന്നെ എന്താണ് അതിലെ ഒരു എക്സാമ്പിൾ എന്താണ്? വെസെക്സ് ടെയിൽ എന്ന് പറഞ്ഞത്, അത് സെൻസ് ഓഫ് ട്രാജഡിയാണ് അതിൽ. പിന്നെ ഹെൻറി ജെയിംസ്, 1843 to 1946. ജോസഫ് കോൺറാഡ്, 1857 to 1924. ഇതാണ് ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സാണ് കേട്ടോ. പ്രേംചന്ദ്, ഡെലിവറൻസ് ആൻഡ് അതർ സ്റ്റോറീസ്. പ്രേംചന്ദ് കൊണ്ടുള്ള റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഡെലിവറൻസ് ആൻഡ് അതർ സ്റ്റോറീസ്. പിന്നെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കുറച്ച് ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സാണ്. മുൾക്ക് രാജാനന്ദ്, R.K. നാരായൺ, രാജാറാവു, അനിത ദേശായി ആൻഡ് കമലദാസ്. ഇവരൊക്കെ എന്താണ് ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സാണ് കേട്ടോ. ഷോർട്ട് സ്റ്റോറീസ് ആർ വിത്ത് എൻജോയ്മെൻറ്റ് ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ആൻഡ് ഹ്യൂമൻ നേച്ചർ. എന്താണ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞത്? എന്താണ് ഒരു
എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഷോർട്ട് സ്റ്റോറീസ് അല്ലേ. പക്ഷേ എന്നാലും എന്താണ്, ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ആൻഡ് ഹ്യൂമൻ നേച്ചർ. നമ്മൾ ജീവിതത്തിൻ്റെയും അതേപോലെ മനുഷ്യന്മാരുടെ നേച്ചർ, പെരുമാറ്റത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ് എന്ത് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫോർ ആൻ എൻജോയ്മെൻറ്റ് അല്ലേ. ഇത്രയാണ് നമ്മളുടെ റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. മെയിനായിട്ട് ഇതിൽ റൈറ്റേഴ്സിനെ പറ്റിയാണ് ഈ ഒരു ഇതിൽ പറയണത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സം ഹിൻസ് ഓൺ റീഡിങ് എ ഷോർട്ട് സ്റ്റോറി. നമ്മൾ ഷോർട്ട് സ്റ്റോറി വായിക്കുമ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. Whenever read a piece of literature, whether it is a poem, എ നോവൽ ഓർ എ പ്ലേ, വി റെസ്പോണ്ട് ടു ഇറ്റ് ഇൻ മെനി വേസ് അല്ലേ. നമ്മൾ എന്ത് ഒരു ലിറ്റററി പീസ് എന്താണെങ്കിൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ അതിനെന്താണ് നമ്മളുടേതായ രീതിയിൽ നമ്മൾ അതിനേറ്റവും റെസ്പോണ്ട് ചെയ്യും അല്ലേ. വൺ ഓഫ് ദ റെസ്പോൺസ് മേ ബി ദാറ്റ് വി എയ്തർ ലൈക്ക് ഇറ്റ് ഓർ വി ഡോണ്ട്. നമുക്ക് എന്താണ് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ളതാണ് അതിൽ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കൺസെപ്റ്റാണല്ലേ. ഡിഫറെൻറ്റ് പേഴ്സൺസ് ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ് അല്ലേ. പലതരത്തിലുള്ള ആൾക്കാർ വായിക്കുന്നുണ്ടാവും എഴുതുന്നുണ്ടാവും അല്ലേ. അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈൻഡ്സിലാവും സ്റ്റോറീസ് എഴുതുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും വായിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ. എന്താണ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ്. അങ്ങനെ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് സ്റ്റോറിക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്ലോട്ട്, ക്യാരക്ടർ, ടൈം ആൻഡ് പ്ലേസ്, സ്റ്റൈല്, ദ ടെക്നിക്ക് ഓഫ് സ്റ്റോറി ടെല്ലിങ് അല്ലേ. ഒരു ഒരു ഷോർട്ട് സ്റ്റോറി റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം വരുന്നത് എന്താണ് പ്ലോട്ട്. പ്ലോട്ട് എന്ന് പറഞ്ഞത് എന്താണ്, എവറി സ്റ്റോറി ഹാസ് എ പ്ലോട്ട്. അതിപ്പോൾ നോവലായാലും നോവലിലെ ആയാലും ഷോർട്ട് സ്റ്റോറി ആയാലും ലോങ് സ്റ്റോറി ആയാലും ഒക്കെ എന്താണ് എവറി സ്റ്റോറി ഹാസ് എ പ്ലോട്ട്. എന്താണ് ഒരു പ്ലോട്ട് എന്തിനും ഉണ്ടായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ഓർ ഇൻസിഡൻറ്റ്സ് ഓഫ് വിച്ച് എ സ്റ്റോറി കമ്പോസ്ഡ്. ആ സ്റ്റോറി കമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ആണ് എന്ത് പ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഈവൻറ്റ്സ് ഓർ എന്താണ് ഈവൻറ്റ്സ് ഓർ ഇൻസിഡൻറ്റ്സ് ഓഫ് വിച്ച് ദ സ്റ്റോറി ഈസ് കമ്പോസ്ഡ്. These events or incidents are interrelated as one thing happens because of another. എന്താണ് ആ ഒരു ഈവൻസുകളോ അല്ലെങ്കിൽ ഹാപ്പനിങ്സ് ഇൻസിഡൻസോ ഒക്കെ എന്താണ് അത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിലേക്ക് ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. എ വെൽ കൺസ്ട്രക്റ്റഡ് പ്ലോട്ട് വുഡ് ഹാവ് കോൺഫ്ലിക്റ്റ് either between individuals, groups, the individual and forces such as nature and society അല്ലേ. അങ്ങനെ ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്ലോട്ടിന് എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്തൊക്കെ ഇടയിലാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, പിന്നെ എന്താണ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫോഴ്സസ് സച്ച് ആസ് നേച്ചർ ആൻഡ് ദ സൊസൈറ്റിയിൽ. ഇതിനൊക്കെ തമ്മിലുള്ള ഒരു എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാമെന്ന് പറയുന്നത് കേട്ടോ. ഒരു വെൽ കൺസ്ട്രക്റ്റഡ് പ്ലോട്ടിലും കൂടെ അങ്ങനെ കാണാമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഹാവ് എലമെൻറ്റ്സ് ഓഫ് സർപ്രൈസ് ആൻഡ് മിസ്റ്ററി. എന്താണ് ഇതിലൊരു സർപ്രൈസിൻ്റെയും അതേപോലെ മിസ്റ്ററീസിൻ്റെ ഒക്കെ ഒരു എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. But above all, a plot must have unity. Each events must grow logically out of the previous one. എന്താണ് അതിന് എന്തൊക്കെയാണെങ്കിലും എന്താണ് പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ് അതിന് മസ്റ്റ് ഹാവ് എ യൂണിറ്റി. അതിനൊരു യൂണിറ്റി ഉണ്ടായിരിക്കും. യൂണിറ്റി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് യൂണിറ്റി ഓഫ് ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ് അല്ലേ. അപ്പോൾ അതിനൊരു ആ ഒരു ബിഗിനിങ്, മിഡിൽ, എൻഡ് എന്നുള്ള ആ ഒരു യൂണിറ്റി ഏതൊരു വർക്കിലായാലും ആ ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ഗ്രോ ലോജിക്കലി ഔട്ട് ഓഫ് ദ പ്രീവിയസ് വൺ. ആദ്യത്തേതിനെ വെച്ച് നോക്കുമ്പോൾ അത് മെല്ലെ ലോജിക്കായിട്ട് വളർന്നുകൊണ്ടിരിക്കേണ്ടതാണ് പ്ലോട്ട് പറഞ്ഞത് കേട്ടോ. സെക്കൻഡ് വൺ എന്താണ് ക്യാരക്ടേഴ്സ്. ഏതൊരു സ്റ്റോറിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. മെയിൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൊട്ടഗണിസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ്. മെയിൻ ക്യാരക്ടർ നമ്മളെ ഹീറോ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള മെയിൻ ക്യാരക്ടറിനെയാണ് പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഈവിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഈവിൾ ആയിട്ടുള്ള വില്യൻ പോലുള്ള ക്യാരക്ടേഴ്സിന് നമ്മൾ ആൻറ്റഗണിസ്റ്റ് എന്ന് വിളിക്കും കേട്ടോ. മെയിൻ ക്യാരക്ടർ എന്താണ് പ്രൊട്ടഗണിസ്റ്റ്. ഓൾ സ്റ്റോറീസ് ഹാവ് ക്യാരക്ടേഴ്സ്. ദ മെയിൻ ക്യാരക്ടർ ഈസ് കോൾഡ് ദ പ്രൊട്ടഗണിസ്റ്റ്. പിന്നെ
She or he either tell us about the characters or shows him or her interest in with other characters in the story of reacting to different situations. ഡിറ്റക്റ്റീവ് സ്റ്റോറീസും ഫിക്ഷണൽ ക്യാരക്ടേഴ്സും. ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൽ എങ്ങനെയാണ് ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഡോമിനൻ്റ് ആയിരിക്കും അല്ലേ. ക്യാരക്ടേഴ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൽ ആക്ഷൻ ആയിരിക്കും ഇമ്പോർട്ടൻസ്, ക്യാരക്ടേഴ്സിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പിന്നെ എന്താണ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് മസ്റ്റ് ഹാവ് എ റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ട്രേറ്റ്സ്. എന്താണ് ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് ട്രേറ്റ്സ് അവർക്ക് ഉണ്ടായിരിക്കും അല്ലേ. When we writing a character sketch, we should not repeat what a person has done, but what a person is. എന്താണ് നമ്മളൊരു റൈറ്റിങ്ങിലെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്താണ് ആ ക്യാരക്ടർ ചെയ്തെന്നത്. ഷുഡ് നോട്ട് റിപ്പീറ്റ് പേഴ്സൺ ഹാസ് ഡൺ. എന്താണ് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താ ചെയ്തെന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ എന്താണ് ആ പേഴ്സണെ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ അതെന്താണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെയാണ് നമുക്കത് ആ ഒരു ലൈനിൽ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. In short, we have to pick out the traits of his or her characters and just give a summary to the story. Next നമ്മൾ നോക്കാനുള്ളത് നമുക്കിനി ടൈം ആൻഡ് പ്ലേസും സ്റ്റൈല് ടെക്നിക് ഓഫ് ദ സ്റ്റോറി ടെല്ലിങ്ങും ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് പ്ലേസ് ആണ് കേട്ടോ. ഈച്ച് സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്. എല്ലാ സ്റ്റോറീസും എന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമും പ്ലേസിലും ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. The author can neither tell the story in a chronological sequence or may start at the end and keep going back forth in time. എന്താണ് ക്രോണോളജിക്കൽ സീക്വൻസിലായിരിക്കും ഒരു റൈറ്റർ സ്റ്റോറി എഴുതിയിട്ടുണ്ടാവില്ല. ഓരോ സംഭവങ്ങളും കറക്റ്റ് ആ ഓർഡറിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ക്രോണോളജിക്കൽ സീക്വൻസ് പറയുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലേസ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആൻഡ് യു ഷുഡ് ട്രൈ ടു ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫോം പാർട്ട് ഓഫ് ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. എന്താണ് ആ സ്റ്റോറിയിൽ എന്താണ് ടൈമിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേസ്. ഓരോ സ്റ്റോറീസും ഓരോരോ സ്ഥലത്ത് വെച്ച് നടന്നത്. ആ ഒരു സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സെറ്റ് ഇൻ എ പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത്. പ്ലേസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റർ യൂസ് സെറ്റിംഗ് ടു ഹൈറ്റൺ ദ ഇഫക്റ്റ് ഓഫ് ദ സ്റ്റോറി. എന്താണ് റൈറ്റർ എന്താണ് ആ ഒരു യൂസ് സെറ്റിങ്സ് അതായത് ടൈമും പ്ലേസും ആണല്ലോ സെറ്റിങ്സ്. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ റൈറ്റേഴ്സ് ടു ഹൈറ്റൻ ദ ഇഫക്റ്റ് ഓഫ് ദ സ്റ്റോറി. ആ ഒരു സ്റ്റോറിയുടെ കഥയുടെ ഇഫക്റ്റ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് റൈറ്റേഴ്സ് സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. എക്സാമ്പിളായിട്ട് ഓരോരോ സ്റ്റോറി ഓരോരോ തരത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ടൈപ്പ് ഓഫ് സെറ്റിങ്സ് വേണ്ടി വരും അല്ലേ. ഹൊറർ സ്റ്റോറീസ് ഉണ്ടാവും, റൊമാൻസ് ഉണ്ടാവും, അതേപോലെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് എക്സാമ്പിളായിട്ട് പറഞ്ഞത് എന്താണ് ഹൊറർ സ്റ്റോറീസിൽ എന്താണ് സെറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഡാർക്ക് ആൻഷ്യൻ്റ് കാസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്ലീക്ക് ഗ്രേവ്യാർഡൊക്കെ ആയിരിക്കും. ഒരു പഴയ തരത്തിലുള്ള ഒരു കാസ്റ്റിൽ കെട്ടിടങ്ങളായിരിക്കും പൊളിഞ്ഞു വീഴാറായ ഒരു ഇരുണ്ട തരത്തിലുള്ള ഒരു ആൻഷ്യൻ്റ് ആയിട്ട് പഴയ കാലത്തെ കെട്ടിടങ്ങൾ. അല്ലെങ്കിൽ എന്താണ് ഒരു ബ്ലീക്ക് ഗ്രേവ്യാർഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രേവ്യാർഡ് ശവകുടീരങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഹൊറർ സ്റ്റോറീസിൻ്റെ സെറ്റിംഗ് ആയിട്ട് വരിക അല്ലേ. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറിയുടെ ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റൈറ്റേഴ്സ് സ്റ്റോറിയുടെ സെറ്റിങ്സ് യൂസ് ചെയ്യുക അല്ലേ. സെറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണ് അറ്റ്മോസ്ഫിയർ ഓർ മൂഡ് ഓഫ് ദ സ്റ്റോറി. എന്താണ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ സെറ്റിംഗ് കോൺട്രിബ്യൂട്ട്സ് ടു ദ അറ്റ്മോസ്ഫിയർ ഓർ മൂഡ് ഓഫ് ദ സ്റ്റോറി. സ്റ്റോറിയുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ബട്ട് സെറ്റിംഗ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൾ സ്റ്റോറീസ്. എല്ലാ സ്റ്റോറീസിലും സെറ്റിങ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റൈലാണ്. ഈച്ച് ഓതർ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ സ്റ്റൈൽ അല്ലേ. ഓരോ റൈറ്റേഴ്സിനും അവരവരുടേതായ തരത്തിലുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ, it is possible to say that Mulk Raj Anand has a certain distinct style of writing, but even then we must be aware that each author use a different style in different works. ഓരോ റൈറ്റേഴ്സിനും ഡിഫറെൻറ്റ് സ്റ്റൈല് ഓരോരോ വർക്കുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളായും എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓരോ ഓതേഴ്സും
യൂസ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഇൻ ഡിഫറെൻറ്റ് വർക്ക്സ്. ഓരോരോ വ്യത്യസ്ത വർക്കുകളിലും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലുകളായിരിക്കും എന്ത് റൈറ്റേഴ്സ് യൂസ് ചെയ്യുക അല്ലേ. When we try to analyze an author's style, we should try and determine whether his or her selection of words എന്താണ് അവരുടെ നമ്മൾ ആ സെറ്റിങ്സ് നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ വേർഡ്സ് ഡിക്ഷൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ എന്താണ് ഈസ് പ്രിസൈസ് ആൻഡ് ക്ലിയർ. അത് ആ ഡിക്ഷൻ എന്ന് പറയുന്നത് പ്രിസൈസും ക്ലിയറും ആയിരിക്കണം. വെദർ ദ ഐഡിയ ഓർ ആക്ഷൻസ് ആർ കൺവേഡ് വിവിഡ്ലി ആൻഡ് പവർഫുൾ അല്ലേ. ഇതൊക്കെ ആ ഒരു സ്റ്റൈലിൽ പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് യൂണിറ്റ് എന്ന് പറയുന്നത് ദ ടെക്നിക് ഓഫ് ദ സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ടെക്നിക്കുകളാണ് കേട്ടോ. R.L. Stevenson ഹാസ് ഡിസ്ക്രൈബ്ഡ് 3 ways ഓഫ് റൈറ്റിംഗ് എ സ്റ്റോറി. എന്താണ് ഒരു സ്റ്റോറി എഴുതുമ്പോഴുള്ള 3 വഴികൾ സ്റ്റീവൻസൺ എന്താണ് പറയുന്നുണ്ട് അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. The writer can begin with a plot and fit characters into it. എന്താണ് ബിഗിൻ വിത്ത് എ പ്ലോട്ട് ആൻഡ് ഫിറ്റ് ക്യാരക്ടർ. ഒരു പ്ലോട്ടിൽ ബിഗിൻ ചെയ്ത് ആ ഒരു പ്ലോട്ടിലേക്ക് ക്യാരക്ടേഴ്സ് ഫിറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വേ. സെക്കൻഡ് എന്താണ് ബിഗിൻ വിത്ത് എ ക്യാരക്ടർ ആൻഡ് ചൂസ് ഇൻസിഡൻസ് ആൻഡ് സിറ്റുവേഷൻ ടു ഡെവലപ്പ് ഇറ്റ്. എന്താണ് ബിഗിൻ വിത്ത് എ ക്യാരക്ടർ. പിന്നെ പ്ലോട്ടുമായിട്ട് തുടങ്ങുമ്പോൾ എന്താണ് ക്യാരക്ടറിനെ ആ ഒരു പ്ലോട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്, ആ പ്ലോട്ടിലേക്ക് മാച്ച് ആക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ് ബിഗിൻ വിത്ത് എ ക്യാരക്ടറിനോട് കൂടി ബിഗിൻ ചെയ്യുമ്പോൾ എന്താണ് ചൂസ് ഇൻസിഡൻസ് ആൻഡ് സിറ്റുവേഷൻ ടു ഡെവലപ്പ്. അതുപോലെ ആ ഒരു ക്യാരക്ടറിന് മാച്ച് ആയിട്ടുള്ള ഇൻസിഡൻസും സിറ്റുവേഷൻസും നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ. എന്തിനാ അത് ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസിഡൻസും സിറ്റുവേഷൻസും യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെന്താണ് ഓതർ ട്രൈ ടു ക്രിയേറ്റ് എ പെർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ ബൈ ഗെറ്റിംഗ് ഹിസ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ഷൻസ് ടു റിയലൈസ് ഇറ്റ്. എന്താണ് ഓതർ ട്രൈ ടു ക്രിയേറ്റ്, ഓതർ എന്താണ് ഒരു പെർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ ഓതർ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ, ബൈ ഗെറ്റിംഗ് ഹിസ് ക്യാരക്ടർ ആൻഡ് ആക്ഷൻ ടു റിയലൈസ് ഇറ്റ്. ആ ഒരു പെർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സിനെയും ആക്ഷൻസിനെയൊക്കെ എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ റൈറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. ഇതാണ് 3 ways ഓഫ് റൈറ്റിംഗ് സ്റ്റോറീസ് എന്നുള്ളത് കൊണ്ട് R.L. സ്റ്റീവൻസൺ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ. എന്താണ് മോഡേൺ ഷോർട്ട് സ്റ്റോറിക്ക് എന്താണ് ഓതർ മേ നോട്ട് വിഷ് ടു ദെയർ പ്രസൻസ്. എന്താണ് മോഡേൺ ഷോർട്ട് സ്റ്റോറീസിൽ ഓതേഴ്സിൻ്റെ പ്രസൻസ് വളരെ കുറവായിരിക്കുമല്ലേ. അങ്ങനെയുള്ളത് എന്താണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്. അതെന്താണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ എന്താണ് എന്ന് വെച്ചിട്ടാണ് തുടങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു അന്ന് വേറെ ക്ലാസ്സുകളിൽ. ഓതർ ഡിസപ്പിയേഴ്സ് ആൻഡ് റീഡർ എൻറ്റേഴ്സ് ഡയറക്ട്ലി. ആ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എന്താണ് ക്യാരക്ടറിനായിരിക്കും ഇമ്പോർട്ടൻറ്റ്, ഓതറിനായിരിക്കില്ല. അപ്പോൾ എന്താണ് ഓതറിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ കഴിയില്ല. എന്താണ് ഓതർ ഡിസപ്പിയേഴ്സ് ആൻഡ് റീഡേഴ്സ് എൻറ്റേഴ്സ് ഡയറക്ട്ലി. എന്താണ് ഓതർ മാറി എന്താണ് റീഡേഴ്സ് ക്യാരക്ടറിലേക്ക് വരുന്നതാണ് എന്ത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് എന്താണ്. സ്റ്റോറി ഹാസ് ലിമിറ്റഡ് ഫോം. എന്താണ് സ്റ്റോറിക്ക് ഒരു ഇൻ ഷോർട്ട് ആസ് എ സ്റ്റോറി ഹാസ് ലിമിറ്റഡ് ഫോം ദ റൈറ്റർ മസ്റ്റ് വർക്ക് ബൈ സജഷൻ റാദർ ദാൻ ബൈ ലോങ് ഡ്രോൺ എക്സ്പ്ലനേഷൻ അല്ലേ. റൈറ്റർ എന്താണ് മസ്റ്റ് വർക്ക് ബൈ സജഷൻ റാദർ ദാൻ ഒരു ലോങ് ഡ്രോൺ എക്സ്പ്ലനേഷനേക്കാൾ കൂടുതൽ എന്താണ് ഒരു സജഷൻ ആയിരിക്കും ഷോർട്ട് സ്റ്റോറിയിൽ റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. Each story would necessarily have different effect on different people. ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻറ്റ് ഇഫക്റ്റ് ആയിരിക്കും ഓരോ സ്റ്റോറീസും ആയിരിക്കും അല്ലേ. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ ടു ദ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് 4 യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ എന്തായിരുന്നു ഷോർട്ട് സ്റ്റോറിയും നോവലും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് സ്റ്റോറി, അതിൻ്റെ ലെങ്ത് എന്താണ്, അതിൻ്റെ റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്, എന്തൊക്കെ ഉൾപ്പെടും, ആരൊക്കെയാണ് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ.